സംസ്ഥാനം നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ മുന്നൊരുക്കങ്ങളിലേക്ക് കടക്കാൻ ഇരിക്കെ ഇടത് വലത് മുന്നണികളിൽ കടുത്ത ആശങ്ക. ശബരിമലയും ഭരണവിരുദ്ധ വികാരവും തിരിച്ചടിയാകുമെന്ന ഭയം ഉണ്ട്. സിറ്റിംഗ് സീറ്റിൽ നിന്ന് ജയിച്ചു വന്ന പല നേതാക്കൾക്കും ഉണ്ട് എന്നുള്ളതാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ BJP കാഴ്ചവെച്ച മുന്നേറ്റവും തിരുവനന്തപുരം നഗരസഭയിലെ ചരിത്ര വിജയവും മറ്റ് സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് ചേക്കേറാൻ മുതിർന്ന നേതാക്കളെ പോലും പ്രേരിപ്പിക്കുന്നു എന്നുള്ളതാണ്. വിവരങ്ങളുമായി പ്രശാന്ത് ശങ്കരമംഗലത്ത് ഉണ്ട്. പ്രശാന്ത്, നമുക്കറിയാം ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലം വന്നതോടുകൂടി ആകെ കുഴഞ്ഞുമറിഞ്ഞ അവസ്ഥയിലാണ് ഇടതു മുന്നണി. അവർക്ക് വലിയ ആശങ്കയിലാണ്, വലിയ ആത്മവിശ്വാസമൊക്കെ നേരത്തെ കാഴ്ചവെച്ചിരുന്നവരാണ്. പക്ഷേ ഇപ്പോൾ നമ്മുടെ മന്ത്രി വി ശിവൻകുട്ടി അടക്കം വല്ലാതെ അടിമുടി ഇളകിയിരിക്കുന്ന മട്ടാണ്. എന്താണ് ഇവർക്ക് പറയാനുള്ളത്? രാഖി, തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിന്റെ ഫലം വന്നതിന് പിന്നാലെയാണ് വലിയ രീതിയിലുള്ള ആശങ്ക, പരിഭ്രാന്തിയെല്ലാം ഇരു മുന്നണികൾക്കുമുണ്ട്, ഇടത് വലത് മുന്നണികൾക്കുണ്ട് എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. നിലവിലെ MLA കൂടിയായിട്ടുള്ള നേമം MLA മന്ത്രിയുമായ വി ശിവൻകുട്ടിക്ക് പോലും നേമത്ത് നിന്ന് മത്സരിക്കാൻ താനില്ല എന്ന് പറയേണ്ട ഒരു സ്ഥിതി ഉണ്ടാക്കിയെങ്കിൽ അത് ഈ തെരഞ്ഞെടുപ്പിൽ BJPക്കുണ്ടായിട്ടുള്ളൊരു വലിയ വിജയം തന്നെയാണ് എന്ന് വേണം നമുക്ക് പറയേണ്ടിയിരിക്കുന്നത്. കാരണം നേരത്തെ തന്നെ മുമ്പെല്ലാം വലിയ ആത്മവിശ്വാസത്തിലാണ് മത്സരിക്കാൻ ഇറങ്ങുന്നതെങ്കിൽ ഇപ്പോൾ ആ ആത്മവിശ്വാസമെല്ലാം പോകുന്നൊരു സാഹചര്യമാണ് നിലവിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെയാണ് പാർട്ടി തിരുത്തിയെങ്കിൽ പോലും തിരുത്തിയതിനു ശേഷം പിന്നെ വാക്കുകൾ മാറ്റി പറഞ്ഞെങ്കിൽ പോലും ആ ഒരു ഭീതി ഇപ്പോഴും നിലനിൽക്കുന്നു എന്ന് വേണം നമുക്ക് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ പല നേതാക്കൾക്കും ഇത്തരം പ്രസ്താവന പറയാതെ തന്നെ പറയേണ്ട ഒരു സാഹചര്യം ഉണ്ടാകുന്നത്. തിരുവനന്തപുരത്ത് അടക്കം വലിയ രീതിയിലുള്ളൊരു മുന്നേറ്റം കാഴ്ചവെക്കാൻ BJPക്ക് സാധിക്കുമെന്ന തരത്തിലുള്ള വാർത്തകൾ വരുന്നുണ്ട്. അതോടൊപ്പം തന്നെ നമുക്കറിയാം ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാക്കി തീർത്ത ഒരു തെരഞ്ഞെടുപ്പിലെ ഈ 50 സീറ്റുകൾ വിജയിക്കുകയും വലിയ രീതിയിലുള്ള ഭൂരിപക്ഷം ലഭിക്കുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടാകുന്നു. മാത്രമല്ല ജനങ്ങൾക്ക് അനുകൂലമായ ഒരു നിലപാട് സ്വീകരിക്കുന്ന ഒരു സമീപനമാണ് BJPക്ക് ഇപ്പോൾ അനുകൂലമായിട്ട് ജനങ്ങൾ സ്വീകരിക്കുന്നത്. മാത്രമല്ല നരേന്ദ്രമോദിയുടെ വികസന പ്രവർത്തനങ്ങൾക്കടക്കം വലിയ രീതിയിലുള്ള ജനപിന്തുണ വർദ്ധിക്കുന്ന സാഹചര്യം ഇപ്പോഴും നിലനിൽക്കുന്നു. ഇതൊക്കെ വലിയ രീതിയിൽ ഇടത് വലത് മുന്നണികളെ പരിഭ്രാന്തിയാക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അതാണ് നമുക്ക് ഇത്തരം പ്രസ്താവനകളുടെ നേതാക്കളുടെ അടക്കം ഇത്തരം പ്രസ്താവനകളോട് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. രണ്ട് മുന്നണികൾക്കും സമാനമായ സാഹചര്യമുണ്ട് എന്ന് വേണം നമുക്ക് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നത്. മറ്റൊരു കാര്യം എന്ന് പറയുന്നത് UDFിനെ സംബന്ധിച്ചിടത്തോളം പറയുന്നത് തെരഞ്ഞെടുപ്പിന് ശേഷം പല പഞ്ചായത്തുകളും വാർഡുകളും അടക്കം വലിയ മുന്നേറ്റം കാഴ്ചവെച്ചെങ്കിൽ പോലും തുടർന്ന് നഗരസഭ കോർപ്പറേഷനിലടക്കം മേയർ സ്ഥാനത്തെ പോലും ആ സ്ഥാനം നിശ്ചയിക്കുന്നതിനടക്കം വലിയ രീതിയിൽ ഗ്രൂപ്പ് തർക്കങ്ങൾ ഉണ്ടാകുന്നത് നമ്മൾ കണ്ടതാണ്. കൊച്ചിയിലും അതോടൊപ്പം തന്നെ തൃശ്ശൂരും അടക്കമുള്ള സ്ഥലങ്ങളിൽ ഈ ഗ്രൂപ്പ് തർക്കങ്ങൾ ഉണ്ടാക്കുകയും നേതാക്കൾ തന്നെ പരസ്പരം ഒരു തമ്മിൽ പോരിലേക്കൊക്കെ എത്തുന്ന സാഹചര്യമൊക്കെ നമ്മൾ കണ്ടതാണ്. അതായത് ഭരണം കിട്ടിയാൽ പോലും ഇത്തരത്തിലാണ് കോൺഗ്രസിൻ്റെയും അല്ലെങ്കിൽ UDFിൻ്റെയും അവസ്ഥ എന്നത് ഒരിക്കൽ കൂടി തെളിയിക്കുന്നതായിരുന്നു ഈ തെരഞ്ഞെടുപ്പ്. അതോടൊപ്പം തന്നെ തുടർന്ന് ഇനി നിയമസഭാ തെരഞ്ഞെടുപ്പ് വരികയാണ്. ഈ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ഒരു പക്ഷേ ഭരണത്തിലെത്തുന്ന ഒരു സാഹചര്യമോ ഭൂരിപക്ഷമോ കോൺഗ്രസിനുണ്ടായാലും സമാനമായ സാഹചര്യം മുഖ്യമന്ത്രി സ്ഥാനത്ത് ചൊല്ലിയായാലും അല്ലെങ്കിൽ മറ്റു നേതൃസ്ഥാനത്ത് ചൊല്ലിയെല്ലാം ഇത്തരത്തിലുള്ള തർക്കങ്ങളും പടലപ്പിടക്കങ്ങളും ഉണ്ടാകുമെന്ന കാര്യത്തിൽ തർക്കമില്ല. നമുക്ക് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ പണ്ടുകാലം മുതൽ തന്നെ കോൺഗ്രസിലെ ഗ്രൂപ്പ് തർക്കങ്ങളും അല്ലെങ്കിൽ ഈ ഇത്തരത്തിൽ സ്ഥാനമാനങ്ങൾ ചൊല്ലിയുള്ള പരസ്യപ്പോരും വാഗ്വാദവും എല്ലാം പല പലയിടങ്ങളിൽ ഉണ്ടായിട്ടുള്ളതാണ്. അതിനിപ്പോഴും ഒരു മാറ്റമില്ല എന്നതാണ് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിലെ വിജയവും സൂചിപ്പിച്ചത്. എന്തായാലും ഇത്തരം ഘടകങ്ങളാണ് ഈ നേതാക്കൾക്കിടയിൽ തന്നെ വലിയ രീതിയിൽ ആശങ്കകൾ ഉണ്ടാക്കുന്നത്. മാത്രമല്ല BJPയുടെ ഒരു മുന്നേറ്റം അത് ഒരു തിരുവനന്തപുരത്തെ കേന്ദ്രീകരിച്ച് മാത്രമല്ല, സംസ്ഥാനത്തിൻ്റെ വിവിധ ഇടങ്ങളിൽ വലിയ രീതിയിലുള്ള മുന്നേറ്റം കാഴ്ചവെച്ച സാഹചര്യമുണ്ട്. കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷനിലായിക്കോട്ടെ ഈ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലായിക്കോട്ടെ ഈ തെരഞ്ഞെടുപ്പുകളെല്ലാം വലിയ മുന്നേറ്റം കാഴ്ചവെക്കുന്നു. തിരുവനന്തപുരത്തടക്കം 6-ലധികം സ്ഥലങ്ങളിൽ BJPക്ക് വിജയസാധ്യതയുള്ള മണ്ഡലങ്ങൾ നിലനിൽക്കുന്ന ഒരു സാഹചര്യമൊക്കെയുണ്ട്. ഇതൊക്കെയാണ് ഇപ്പോൾ. മാത്രമല്ല നേമത്തേക്ക് BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ തന്നെ മത്സരിക്കും എന്ന ചില അഭ്യൂഹങ്ങൾ വാർത്തകളൊക്കെ പ്രചരിക്കുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. ഇതൊക്കെയാണ് നേതാക്കളെ ഭീതിപ്പെടുത്തുന്ന സാഹചര്യത്തിലേക്ക് എത്തിയത്. ഇടത് വലത് മുന്നണികളെ നേതാക്കൾക്ക് പരിഭ്രാന്തി ഉണ്ടാക്കുന്ന സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ സുരക്ഷിത സ്ഥാനം മറ്റേതെങ്കിലും ഉണ്ടെങ്കിൽ ആ സുരക്ഷിത സ്ഥാനത്തേക്ക് പോകാനുള്ള നീക്കമാണ് ഇപ്പോൾ അവർ നടത്തിയിരിക്കുന്നത് എന്ന് വേണം നമുക്ക് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നത്. അതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള തീരുമാനങ്ങൾ ഇവരുടെ ഭാഗത്തൊക്കെ ഉണ്ടാകുന്നത് എന്നതാണ് ഇപ്പോൾ ഈ നീക്കങ്ങൾ കൊണ്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിൻ്റെ ഒരു ഉദാഹരണമാണ് ശിവൻകുട്ടിയുടെ വായിൽ നിന്ന് വന്നത്. ശിവൻകുട്ടിയുടെ പ്രതികരിച്ച സമയത്ത് മന്ത്രി വി ശിവൻകുട്ടി പ്രതികരിച്ച സമയത്ത് ഇത്തരത്തിൽ നേമത്ത് ഇനി മത്സരിക്കാനില്ല, നേമത്ത് മത്സരിക്കാൻ വി ശിവൻകുട്ടിക്ക് ഭീതി
ഉണ്ട് എങ്കിൽ മറ്റ് മണ്ഡലങ്ങളിലെ അവസ്ഥയൊക്കെ എടുത്ത് പറയേണ്ടത് തന്നെയാണ്. എന്തായാലും നമുക്ക് നോക്കാം. ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ തീയതിയൊന്നും വന്നിട്ടില്ല. ഇപ്പോഴേ ഇവർക്ക് ഭീതി തുടങ്ങി, ചർച്ചകൾ തുടങ്ങി. കോൺഗ്രസിലാണെങ്കിൽ നല്ല രീതിയിൽ അടിപൊട്ടുന്നുണ്ട് എന്നുള്ളതാണ്. നമുക്ക്